ബിഗ് ബോസ് വരാൻ പോവുകയാണ്. അപ്പം ഞാൻ എന്താ അതിന് മുന്നേ തന്നെ ഒന്ന് അടിച്ചു നനച്ച് കുളിക്കാന്നൊക്കെ വിചാരിച്ചു താളിയൊക്കെ പറിക്കുകയാണ് കേട്ടോ. പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് താളിയൊക്കെ തേക്കാൻ പറ്റുമോ? എവിടെ നിന്ന് താളി പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ പോലും തേക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ചിലവർക്ക് ഇന്ന എണ്ണ തേച്ചാൽ മതി എന്നൊക്കെയുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകമായിട്ട് ഡോക്ടറിൻ്റെ ലെറ്ററൊക്കെ അവിടെ സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അതായത് നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവിടെ കിട്ടില്ല. കാര്യം കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ നമുക്ക് സ്പോൺസേർഡായിട്ട് അതായത് കുറേ ഐറ്റംസ് ഉണ്ടാവും. ഷാമ്പൂ, എണ്ണ, ഇതൊക്കെ വരുമല്ലോ. അതൊക്കെയാണ് എല്ലാവരും തേക്കുന്നത്. പക്ഷേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് ഇതേ പറ്റത്തുള്ളൂ, ഈ എണ്ണയെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടറിൻ്റെയൊക്കെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇതാക്കും. പക്ഷെ നമുക്ക് ആദ്യമൊന്നും അവർ തരത്തില്ല കേട്ടോ. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ബിഗ് ബോസ് വീട്ടിനകത്ത്. അപ്പോൾ താളിയൊക്കെ തേച്ച് കുളിക്കാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ കുളിയൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. നമ്മുടെ ബിഗ് ബോസ് വീട്ടിനകത്ത് കിച്ചൺ ക്ലീനിങ്, പാത്രം കഴുകല്, അരി വാർക്കല്, ചോറ് വെക്കല്, ഇതൊക്കെ ബാത്റൂം ക്ലീനിങ്, ഇതൊക്കെ ഭയങ്കര പണിയാണ്. അത് മാത്രമല്ല, എത്രയും ആൾക്കാരുണ്ടെങ്കിലും ഇതൊന്നും അവർക്ക് ചെയ്യാനും പറ്റത്തില്ല. ഒടുക്കത്തെ വഴക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തോന്നത്, വീട്ടിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവരും ചെയ്യുന്നു, ഇത്രയ്ക്ക് വഴക്കുണ്ടാക്കാൻ എന്തിരിക്കുന്നു, ഇത്രയും പേരും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഗെയിമിന്റെ ഒരു ഭാഗമാണെന്നേ. ഇതെല്ലാം ഗെയിമിനകത്ത് വരും. ഇത്തവണ അതൊക്കെ കണ്ടറിയാം. ഇനി ഇതിന് പ്രത്യേക റൂളും റെഗുലേഷനും ഒക്കെ ഉണ്ടോ എന്നുള്ളത്. ഇതൊന്നും നടക്കത്തില്ല. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ത്രെഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. എങ്ങനെ പോയോ അതേപോലെ തന്നെ നമ്മൾ 3 മാസം അവിടെ 100 ദിവസം അവിടെ നിൽക്കേണ്ടി വരും. അതായത് ഇതുപോലത്തെ സാധനങ്ങളും ഒന്നും നമുക്ക് കിട്ടത്തില്ല ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവർ നൂല് കൊണ്ടുപോകും. നൂല് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ അലോ ചെയ്യത്തില്ല ബിഗ് ബോസ് വീട്ടിനകത്ത്. അതേപോലെ തന്നെ ഇതുപോലത്തെ നമ്മുടെ ഫേഷ്യൽ റേസർ ഉണ്ടല്ലോ, അതൊന്നും പറ്റത്തില്ല. പിന്നെ ചിലവര് ഹെയർ കളറൊക്കെ ചെയ്യും. ഹെയർ കളറൊക്കെ അവിടെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതായത് ബിഗ് ബോസിന് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടുമല്ലോ. അപ്പൊ ഇഷ്ടംപോലെ സാധനങ്ങൾ, ബ്യൂട്ടി പ്രോഡക്ട്സുകളും എല്ലാം ഉണ്ടാവും. അതൊക്കെ നമുക്ക് എടുത്ത് വെച്ച് യൂസ് ചെയ്യാം. നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിലൊന്നും യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഹെയർ കളർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് ഹെയർ കളർ ചെയ്യുന്നുണ്ട്. ഹിന്ദിയിലൊക്കെ അവർ പല ഹെയർ കളേഴ്സും ഉപയോഗിച്ച് അവിടെ ഇരിക്കുന്നതല്ല. നമുക്ക് അകത്ത് കൊണ്ടുപോകാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്ന ഹെയർ കളർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഹെയർ കളർ ചെയ്യാം, പിന്നെ ഫേഷ്യൽ ചെയ്യാം, അവിടെ ഉള്ള കിറ്റുകൾ വെച്ചിട്ട്. അതായത് ആ നമ്മുടെ വാഷ്റൂം ഏരിയയിൽ ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ലാലേട്ടന്റെ ദിവസം ഉണ്ടാവുമല്ലോ, വീക്കെൻഡ്. അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം വൈകുന്നേരം ഫ്രീ ആയിരിക്കും. മൊത്തം നമുക്ക് പിന്നെ ബോറായിരിക്കും. പക്ഷെ ഇവർ അവിടെ പോയിട്ട് ഇതെല്ലാം ചെയ്ത് നല്ല ശരിയായി റെഡിയായി നല്ല സുന്ദരികളൊക്കെ ആവും. പക്ഷെ ത്രെഡ് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല. കാര്യം ഈ സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. ഈവൻ നെയിൽ കട്ടർ പോലും അലൗഡ് അല്ല. കാര്യം ആ റോൺസനൊക്കെ എത്രയോ ദിവസങ്ങൾ നെയിൽ കട്ടർ തരൂന്ന് ചോദിച്ചിട്ട് അത് കൊടുത്തിട്ടില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നെയിൽ കട്ടറൊക്കെ കൊടുത്തത്. സോ ഇതുമാതിരി സാധനങ്ങളൊന്നും കിട്ടത്തില്ല. പിന്നെ കിട്ടുന്നത് നമുക്ക് കത്തിയും കത്രികയൊക്കെ കിച്ചണിനകത്തുണ്ട്. അത് കിച്ചൺ നൈഫാണ്. നമുക്ക് ബ്യൂട്ടി നൈഫ് ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. അപ്പം ത്രെഡ് ചെയ്യാതെ ഒരു 100 ദിവസം വരെ ഇരിക്കണം. പിന്നെ ചിലവര് ആർട്ടിഫിഷ്യൽ ഈ പീലിയും നഖമൊക്കെ വെച്ചിട്ട് നിൽക്കും. അതൊക്കെ ഫസ്റ്റ് ടാസ്കിൽ തന്നെ ഊരിപ്പോവും. പിന്നെ ചിലവർ ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ വെക്കും. അത് നല്ല എക്സ്റ്റൻഷൻ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. ബാക്കിയൊക്കെ ഒരു ടാസ്കിൽ തന്നെ ഒറ്റ പിടി വലിയിലെല്ലാം അങ്ങ് പോയി കിട്ടും. പിന്നെ ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഇതേപോലത്തുള്ള കമ്മലും ഓർണമെന്റ്സും ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. അതെ, ഇനി അതിന് ഏത് ചൂസ് ചെയ്യണം, ഏത് കൊണ്ടുപോകണം എന്നൊക്കെ മത്സരാർത്ഥികൾക്ക് തീരുമാനിക്കാം. വായോ. അപ്പൊ എന്റെ ഇത് കണ്ടില്ലേ, ഇതാണ് എന്റെ സാധനങ്ങൾ. ഇനിയിപ്പം പുതിയതായിട്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണം. പുതിയ കമ്മലുകളും സെറ്റുകളും ഒക്കെ മേടിക്കണം. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? അപ്പൊ നമ്മളെ മത്സരാർത്ഥികൾക്ക് ആകെ കൊണ്ടുപോകാൻ നല്ല ലാവിഷായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇതേപോലത്തുള്ള ഓർണമെന്റ്സ് ഒക്കെയാണ്. ചിലവർ ഈ കൊളാബൊക്കെ ചെയ്യും കേട്ടോ. പലയിടത്തുനിന്ന് മേടിച്ചിട്ടൊക്കെ വന്ന് അത് ചെയ്യും. പക്ഷെ അതിങ്ങനെ കാണിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഇതിന്റെ ആണ്, ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കുറെ കൊണ്ടുവന്നവരൊക്കെ ഉണ്ട്. കുറെ കമ്മലുകളും മാലയൊക്കെ കൊണ്ടുവന്നവരുണ്ട്. അതേപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യം, ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇടാം. പക്ഷെ ബ്രാൻഡഡ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ബ്രാൻഡ് കാണിക്കുന്ന ഒന്നും ഇടാൻ പറ്റില്ല. സൺഗ്ലാസ് വെക്കാൻ പറ്റില്ല. പിന്നെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇതുപോലത്തെ ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് വേണം ട്രൈ ചെയ്യാം. നമുക്ക് മേക്കപ്പ് ഒക്കെ ഇടാം. പക്ഷെ എല്ലാം കൊണ്ടുവരും. പക്ഷെ നമുക്ക് അവിടത്തെ ഒരു മാനസിക അവസ്ഥയിൽ നമുക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ എല്ലാം എടുത്തിട്ട് ലാലേട്ടന്റെ വീക്കെൻഡിലായിരിക്കും എല്ലാവരും പരീക്ഷിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും മാറി മാറി ഉപയോഗിക്കുകയൊക്കെ ചെയ്യും ഓർണമെന്റ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ ശരി, ഇതാണ് നമ്മുടെ ഒരു ചെറിയ വീഡിയോ. അപ്പൊ ഇതാണ് കുഞ്ഞു കുഞ്ഞു ബിഗ് ബോസ് വിശേഷങ്ങളും എന്റെ വിശേഷങ്ങളും. അടുത്ത വീഡിയോ വരേക്കും ബൈ.